ശരിക്കും എനിക്ക് എപ്പോഴും അശ്വതിയെ കാണുമ്പോൾ ചന്ദ്രി എന്നേ വരുന്നുള്ളൂ. ഞാൻ പേര് മാറ്റി മിക്കവാറും. ആ ഒരു ക്യാരക്ടറിലേക്ക് അത്രയും ഇൻവോൾവ് ആയത് എങ്ങനെ ആരുടെയെങ്കിലും ഒരു ക്യാരക്ടർ വൈസ് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു ലേഡി ഫ്രണ്ടിൽ ഉണ്ടായിരുന്നോ ഒരു ഇൻസ്പയർഡ് ആവാൻ? അങ്ങനെയോ അതോ അങ്ങനെ ഒരാളല്ല. കാരണം ഞാൻ എൻ്റെ നാട് ട്രിവാൻഡ്രത്ത് വെങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ വെങ്ങാനൂർ അങ്ങനെ ആരും സംസാരിക്കാറില്ല, അത്രയ്ക്കില്ല. കുറച്ച് കാഞ്ഞിരംകുളം ആ ഭാഗം, നെല്ലിമൂട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള ആൾക്കാരല്ല, കുറച്ച് പഴയ ആൾക്കാർ. അപ്പൊ എന്റെ കുറെ ബന്ധുക്കൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്കിനും ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിന്റെ അവിടെയൊന്നും അങ്ങനെ ആരും സംസാരിക്കാറുമില്ല. അപ്പൊ ഇതെപ്പോഴും ഇങ്ങനെ ചെറുപ്പം മുതലേ കേട്ടിട്ട് ആ ഒരു ടോണ് ഇങ്ങനെ എപ്പോഴും മനസ്സിലുണ്ട്. അപ്പം ഞാൻ വേറൊരു ചാനലിൽ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, കോമഡി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ ഈ സ്ലാങ് വെച്ചിട്ടുള്ള 2-3 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു സ്കിറ്റിനകത്ത് ജഡ്ജിനെ വല്യണ്ണ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കോടതി സീനില് അങ്ങനെയൊക്കെ. അപ്പൊ അന്ന് എല്ലാരും ഇങ്ങനെ പറഞ്ഞു നല്ല രസമായിട്ടുണ്ട്, ആ ടോണ് ഭയങ്കര രസമാന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചന്ദ്രയിലേക്ക് വരുമ്പോ ഇവര് ട്രിവാൻഡ്രം സ്ലാങ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവര് ഫിക്സ് ചെയ്തത് കൊണ്ടാണ് എന്നോട് പറഞ്ഞു, നീ ട്രിവാൻഡ്രം സ്ലാങ് ഹാൻഡിൽ ചെയ്യുന്ന ആളല്ലേ, അപ്പൊ എന്നാ ഇത് നമുക്ക് ചെയ്യാമോ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ അവരോട് പറഞ്ഞു, ഇങ്ങനെ അശ്വതി ഉണ്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം സ്ലാങ്. അങ്ങനെ ഇതിനകത്തേക്ക് വന്നാണ്. കേട്ടോ, കണ്ണ് വീഴ്ചിട്ടൊക്കെ നിന്ന് വർത്താനം പറയുന്നുണ്ടല്ലോ. എനിക്ക് ശരിക്കും ഈ അശ്വതിയുടെ ശരിക്കുമുള്ള എക്സ്പ്രഷൻസ് ഞാൻ ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുണ്ട്. സഡൻ ചേഞ്ചസ്, ആ കണ്ണ് മിഴിച്ചിട്ട്, അതാണ് ഏറ്റവും. എന്നിട്ട് പിന്നെ കണ്ണങ്ങ് ചുട്ടു, പിന്നെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് ബാക്കി വരുന്നത്. ശരിക്കും ആ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയതിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തിയേറ്റർ ചെയ്തതിന്റെ ഒക്കെയാണ്. നമുക്ക് ഞാൻ ഈ സീരിയലൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, സ്റ്റേറ്റ് കോമ്പറ്റീഷൻ, അങ്ങനെയൊക്കെ പോയിട്ട് ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാധനം, കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ എനിക്ക് ഡാൻസ് അല്ല അഭിനയവും പറ്റും എന്നുള്ളൊരു സാധനം വന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നിരീക്ഷ വിമൻസ് തിയേറ്ററിൽ പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ടൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമുക്ക് മെന്റലി ഫിസിക്കലി. അവിടെ നമ്മളെ ആരും ജഡ്ജ് ചെയ്യാനില്ല. അപ്പൊ നമ്മുടെ ഗസ്റ്റേഴ്സ് നമ്മുടെ ഓൺ, നമ്മളെ അവിടെ ആരും ഒന്നിനും ജഡ്ജ് ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ പെർഫോം ചെയ്യാം. ആ സ്പേസ് അങ്ങനെയാണ്. അപ്പം ഇപ്പൊ അവര് ആദ്യം നമ്മൾ ചെല്ലുമ്പോ നമുക്ക് തരുന്ന എക്സർസൈസുകളൊക്കെ അങ്ങനെയാണ്. അതായത് ഫസ്റ്റ് തന്നെ നമ്മളോട് പറയുന്നത്, നമ്മുടെ കൈയും കാലും നമുക്ക് എത്രത്തോളം വികസിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മള് വികസിപ്പിക്കാൻ അവർ പറയുന്നത്. എത്രത്തോളം പറ്റും, ലിമിറ്റേഷൻ വേണ്ട. നമുക്ക് എത്ര വൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ കൈകളും കാലുകളും നമുക്ക് എത്ര വൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി എത്രത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും, അതൊക്കെയാണ് അവരുടെ ഫസ്റ്റത്തെ എക്സർസൈസുകൾ. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ലൂസ് ആവാൻ തുടങ്ങും നമ്മുടെ ബോഡി. നമുക്ക് ഇങ്ങനെ നമ്മൾ അത് പോകും. പിന്നെ അവര് പറയുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് ഓളിയിടാൻ പറയും, ഒച്ച ഉണ്ടാക്കാം. മനസ്സിലായി, നമ്മൾ ഒച്ച ഇടാൻ പറയും. ആ ഒച്ച ഇടുന്നത് ഒരിക്കലും ഇവിടെ നിന്നല്ല ഇടേണ്ടത്, അബ്ഡോമനിൽ നിന്ന് ഇടാൻ പറയും. നമ്മൾ ഇവിടുന്ന് സ്ട്രെയിൻ എടുത്ത് ഇവിടുന്ന് സ്ട്രെയിൻ കൊണ്ടുവന്ന് വേണം അത് പുറത്തേക്ക് വരാൻ. അപ്പൊ നമ്മൾ പിടുത്തം പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എക്സർസൈസുകൾ വരുമ്പോ ഭയങ്കര രസമാണത്. ഒത്തിരി ഓപ്പൺ ആവും. യെസ്. അപ്പൊ നമ്മൾ ഭയങ്കര ടോപ്പാണ്. പിന്നെ നമ്മൾ അങ്ങനത്തെ എക്സർസൈസുകൾ ചെയ്ത് അങ്ങനത്തെ പ്രൊഡക്ഷൻസ്, അങ്ങനത്തെ നാടകങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയോടുള്ള നമ്മുടെ ഒരു കൺസേൺ, നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാവില്ല, അത് നമുക്ക് അത് പൊളിയും. പിന്നെ നമുക്ക് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഭിനയിക്കണം. അവിടെ നമ്മൾ അഭിനയം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൈ എങ്ങനെ പോകുന്നു, കാലം ശ്രദ്ധയില്ല. നമ്മൾ ആ ക്യാരക്ടർ അപ്പൊ ശരിക്കും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാനും പാടില്ല അല്ലെ? അത് നമ്മൾ എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലർക്ക് കരയുമ്പം അയ്യോ നമ്മുടെ മുഖം വൃത്തികേടാവോ, അഭിനയം, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളെ മുഖം എങ്ങനെ പോട്ടോ, അത് എങ്ങനെ പോയാലും പ്രശ്നം. ഇപ്പൊ നമ്മളോട് അവര് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മുഖം കോഷ്ടി കാണിക്കാൻ പറയും.
നമ്മുടെ കണ്ണും മൂക്കും വായും ഒക്കെ എങ്ങനെയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എത്ര ഫ്ലെക്സിബിൾ ആവും. അപ്പൊ നമ്മൾ ചിലപ്പോ കണ്ടു നിൽക്കുന്നവർക്ക് ചിലപ്പോ നമ്മൾ ഗോഷ്ടി കാണിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്. പക്ഷെ നമ്മുടെ മസിൽസും ഇവിടെ ബോഡിയിലേക്കും ഫേസിലേക്കും കൊണ്ടുവരാൻ. അപ്പൊ നമുക്ക് ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ സഡൻ ആയിട്ട് ചേഞ്ച് ആവുന്നു. അപ്പൊ നമുക്കത് ഫ്ലെക്സിബിൾ ആയില്ലേ. അപ്പൊ നമുക്ക് ഏത് എക്സ്പ്രഷൻസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു മടി തോന്നൂല. നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും. അത് ഓപ്പൺനെസ് വന്നു കഴിയുമ്പോഴേ ഒരു ആർട്ടിസ്റ്റ് ഫുൾഫിൽ ആവും. നമുക്ക് ഞാൻ അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്.